മിഴിയോരം. വെൽക്കം ബാക്ക് ടു മിഴിയോരം. മിഴിയോരത്തിൽ ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നോടൊപ്പം ഗസ്റ്റ് കൂടെ ഉള്ളത് അമൃതയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അജ്മാനിൽ നല്ല കോളറാണ്. ദിവസവും എന്നെ വിളിക്കുന്ന ഒരു കോളറാണ്. വിളിച്ചിട്ട് കിട്ടാത്തതിൽ പരാതി പറയുന്ന ഒരു കോളറാണ് അമൃത. ആദ്യം ഞാൻ അമൃതയെ വെൽക്കം ചെയ്യട്ടെ. അമൃത, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. നന്നായിട്ട് നമുക്ക് അസലായിട്ട് പാടിത്തരുന്ന ഒരു കോളറാണ് അമൃത. അമൃത മാത്രമല്ല, അമൃതയുടെ മോൻ ഒരു ഹലോ ആന്റി പറയാത്ത ഒരു ദിവസം ഇല്ല. താനേ ദൈവം അല്ലെ? അവനത് നിർബന്ധമാണെന്ന് തോന്നുന്നു അമൃത വിളിക്കുമ്പോഴൊക്കെ ആദ്യം അവന് സംസാരിക്കുക എന്നുള്ളത്. പക്ഷെ അവൻ വിളിച്ചിട്ട് അവന്റെ ഭാഷയിൽ എന്തൊക്കെ പറയുന്നുണ്ടോ അത് ഒരു പക്ഷേ എന്നോടും NTVയോടും ഒക്കെ ഉള്ള ഒരു അവന്റെ അടുത്ത് സ്നേഹവും സ്വാതന്ത്ര്യവും സന്തോഷവും ഒക്കെ ആയിട്ട് ആണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് തിരിച്ചു വന്നപ്പോൾ വേറൊരു കാഴ്ച കൂടെ കാണാൻ പറ്റും. നമ്മുടെ ടേബിളിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് കേക്കാണ്. ഇതിനകത്ത് അങ്കിൾ സാന്തയുണ്ട്, ക്രിസ്മസ് ട്രീയുടെ ഒരു കുഞ്ഞു രൂപമുണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. മെരി ക്രിസ്മസ് ടു NTV UAE എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ NTVയെ നിങ്ങൾ പ്രേക്ഷകർ എത്രത്തോളം സ്നേഹിക്കുന്നു, എത്രത്തോളം മനസ്സിൽ ചേർത്ത് വെച്ചിരിക്കുന്നു എന്നതിന് തെളിവാണ് അമൃത ഞങ്ങൾക്ക് എല്ലാവർക്കുമായി കൊണ്ടുവന്നിരിക്കുന്ന ഈ കേക്ക്. ആദ്യം തന്നെ അമൃത, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഇനി അമൃതയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അസലായിട്ട് പാടുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അമൃതയെ കൊണ്ട് ഒരു നല്ല ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് പാടിക്കാം. അമൃതയ്ക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നെ കണ്ടിട്ട് എന്തിനാണ് ടെൻഷൻ എനിക്ക് മനസ്സിലാവാത്ത. പൊതുവെ എല്ലാവരും എൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കുമ്പോൾ ടെൻഷൻ മാറും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് പാടിക്കോളൂ. പൈതലാം യേശുവേ, ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. പൈതലാം യേശുവേ, ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലലലാ 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 ലലാ, ആഹാ ആഹാ ആഹാ. വെരി ഗുഡ്. ഐശ്വര്യമായിട്ട് അങ്ങനെ ഒരു സ്തുതി തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്തൊരു കോ ഇൻസിഡൻസ് ആണ് നോക്കി. നമ്മുടെ ഫസ്റ്റ് കോളേഴ്സ് ഫാത്തിമ പാടിയതും സെയിം പാട്ട്, നമ്മുടെ ഗസ്റ്റ് പാടിയതും ഒരേ പാട്ടാണ്. അപ്പം രണ്ടിനെ തുടക്കം നല്ല ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അമൃതയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഫാമിലി ഹസ്ബൻഡ് സുനിൽ കുമാർ, സ്റ്റാർ സിമെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ആദിത്യ ബിർള ഗ്രൂപ്പ്, അജ്മാനിൽ തന്നെയാണ് താമസം. അജ്മാനിലാണ്. എന്റെ അയൽക്കാരിയാണെന്ന് തോന്നുന്നു, കണ്ടിട്ടില്ല. ഹസ്ബൻഡ് വീട് പൊന്നാനിയാണ്, മലപ്പുറം ഡിസ്ട്രിക്ട്. ഞാൻ കാലിക്കറ്റ് ആണ്. പിന്നെ കുട്ടികള് തനൈദയും 5 വയസ്സാവുന്നു. ചെറിയ മോൻ ഇപ്പൊ 6 മാസം കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, ദേവാങ്ക്. അപ്പൊ കൊച്ചുങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ബിസി ആയിട്ടുള്ള മെയിൻ പാട്ട് ഹസ്ബൻഡും കുട്ടികളാണ് മെയിൻ എൻകറേജ്മെന്റ്. എന്റെ പാട്ട് മെയിൻ ആസ്വദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാട്ടിന്റെ ഹിസ്റ്ററി പറഞ്ഞോളൂ. ക്രിട്ടിസൈസ് ചെയ്യുന്നൊക്കെ ഹസ്ബൻഡും. സ്റ്റേജ് ഷോസിലൊക്കെ പാടി കഴിഞ്ഞാൽ മോനോടും ചോദിക്കും എങ്ങനെയുണ്ട്. അവന് നന്നായിട്ട് അറിയാം. അവനോട് ചോദിക്കും എങ്ങനെയുണ്ട് മോനെ, നന്നായിണ്ടോ എന്നൊക്കെ ചോദിക്കും. അമ്മ പാടുന്ന ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ മോന് നന്നായി പറയും. പിന്നെ ഹസ്ബൻഡാണ് മെയിൻ ആയിട്ട് എല്ലാ സജഷൻസ് ഒക്കെ പറയുന്നത്. സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ടോ ഇവിടെ? സ്റ്റേജ് ഷോ ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ സാമുരൻസ് ഗുരുവായൂർ കോളേജിലാണ് ഞാൻ പഠിച്ചത്. സാമുരൻസ് ഗുരുവായൂർ കോളേജ് BA എക്കണോമിക്സ്. അപ്പൊ അവിടെ ഞാൻ ഓണം സെലിബ്രേഷൻ ഇവിടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ UAE അവരുടെ ഓണം സെലിബ്രേഷൻ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് എപ്പോഴും വിളിച്ചാലും നല്ല പാട്ടുകൾ പാടിത്തരുന്ന അമൃതയെ കൊണ്ട് നമുക്ക് കൂടുതൽ ഈ സമയ പരിമിതിക്കുള്ളിൽ നിന്ന് കൂടുതൽ പാട്ട് പാടിക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പെട്ടെന്ന് പാടുകയുള്ളൂ. ഒരു ആൽബം സോങ് ആണ്, ജസ്റ്റ് 4 വരി. ഓക്കെ, ഷുവർ. മൺവീണയിൽ മഴശ്രുതിയുണർത്തി മറവികളെന്തിനോ ഹരിതമായി. മൺവീണയിൽ മഴശ്രുതിയുണർത്തി മറവികളെന്തിനോ ഹരിതമായി.
ഉപബോധഗിരികളിൽ അതിഗൂഢലഹരിയിൽ ഹൃദയമാം പുലർകാല നദി തിളങ്ങി മൺവീണയിൽ മഴ ശ്രുതിയുണർത്തി മറവികളെന്തിനോ ഹരിതമായി ഉപബോധഗിരികളിൽ അതിഗൂഢലഹരിയിൽ ഹൃദയമാം പുലർകാല നദി തിളങ്ങി എക്സലന്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആൽബം സോങ് ആണ്. ഇടയ്ക്ക് ഒരുപാട് നാളെ ഇങ്ങനെ മറവി എന്താ പറയാ മറന്നു കിടന്ന ഒരു പാട്ട് എന്റെ ഒരു കോളറാണ് ഒരു ഷോയിൽ ഓർമ്മിച്ചത്. ഷോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ പാട്ട് പെട്ടെന്ന് അപ്പൊ ആദ്യമായിട്ട് കേൾക്കുമായിരുന്നു. അല്ല, ഈ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയിരുന്നു. അപ്പൊ ആ ഷോയിൽ ഇങ്ങനെ ഈ പാട്ട് കേട്ടപ്പോ ഞാൻ വേഗം യൂട്യൂബിൽ ചെക്ക് ചെയ്ത് അങ്ങനെ എനിക്ക് ഭയങ്കര എക്സലന്റ് ആയിട്ടുള്ള ഒരു സോങ്ങും ചിത്ര ചേച്ചിയുടെ ആ ഒരു പാടുന്നതും ഒക്കെ വളരെ മനോഹരമായിട്ട് ഒരു പാട്ടാണ്. ഒരു കോളർ ഓർമ്മിപ്പിച്ച് ഇപ്പൊ അമൃത മറ്റൊരു പ്രേക്ഷക നമുക്ക് വേണ്ടിയിട്ട് ഷുവറായിട്ട് ഞാൻ ചെന്നിട്ട് ഞാൻ ആ കോളർ പിന്നെ വിളിച്ചപ്പോ പ്രിൻസിയാണെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ഓക്കെ, വിളിച്ചിട്ട് പാടി. ഞാൻ അന്ന് യൂട്യൂബിൽ പോയി അന്ന് ഫുള്ള് വീട്ടിൽ ഈ പാട്ടായിരുന്നു. അവസാനം ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു അതൊന്ന് നിർത്താവോ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പാട്ട് എനിക്ക് കേട്ട് ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ ശ്രദ്ധിച്ച് പിന്നെ അത് പെട്ടെന്ന് പഠിച്ചെടുത്തു. അപ്പൊ നമുക്ക് സമയപരിധി ഉണ്ട് അമൃത. എന്തെങ്കിലും പ്രേക്ഷകരോട് മിഴിയോരത്തിനെ പറ്റിയുള്ള അഭിപ്രായം പറയാതെ വിടാൻ പറ്റില്ലല്ലോ. മിഴിയോരത്തിനെ കുറിച്ച് പറയാൻ സത്യം പറഞ്ഞാൽ വാക്കുകളില്ല. അത്രയ്ക്ക് നല്ലൊരു ഷോ ആണ്. കാരണം ഞാൻ കഴിഞ്ഞ വർഷം മുതലേ NTV സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങിയത്. നിങ്ങൾ NTV ചാനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു എന്താ പറയാ ഒരു മലയാളം ചാനൽ എന്ന് പറഞ്ഞാൽ അത്രയും മരുഭൂമിയിലെ ഒരു കുളിർമഴ മരുപ്പച്ച, അതെ, അത്രയും നല്ലൊരു ഷോ ആണ്. കാരണം എപ്പോഴും ഞാനിത് വാച്ച് ചെയ്യാറുണ്ട്. പിന്നെ ഈ പാട്ടിന്റെ പ്രോഗ്രാം മാത്രമല്ല എല്ലാം ഇപ്പൊ ന്യൂസ് ആണെങ്കിലും എപ്പോഴും വാച്ച് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ എന്ത് പ്രോഗ്രാം ആണെങ്കിലും അധികം ഞാൻ NTV കൂടെയാണ് കാണുന്നത്. മാക്സിമം NTV യൂസ് ചെയ്യാറുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമാണ് കഴിഞ്ഞ വർഷം മുതലേ. പിന്നെ ഷോജയുടെ അവതരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മിക്ക ദിവസങ്ങളിലും ഞാൻ വിളിക്കാൻ ട്രൈ ചെയ്യാറുണ്ട്, അപ്പൊ ഇടയ്ക്ക് കിട്ടില്ല. ഓക്കെ, അപ്പൊ NTV പറ്റിയുള്ള അമൃതയുടെ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ എല്ലാ NTVയുടെ പിന്നണി പ്രവർത്തകർക്കും പ്രേക്ഷകർക്കും ഒക്കെ ഒരു മേരി ക്രിസ്മസ് ആശംസിച്ചു. എല്ലാവർക്കും ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം ഇവിടെ കിട്ടിയത് വളരെ ഒരു നല്ല കാര്യമാണ്. NTV ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഞങ്ങളെ പോലുള്ളവർക്ക് ഇങ്ങനെ ഇവിടെ വന്ന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുക, TV ആദ്യമായിട്ട് കാണാൻ പറ്റുക, വലിയൊരു ചാൻസ് ആണ് NTV തരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഷോജയ്ക്കും NTV ഓൾ സ്റ്റാഫിനും എന്റെയും കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. ഓ, വെരി ഗുഡ്, ഗ്രേറ്റ്. അപ്പോ നമുക്ക് ഇനി കുറെ പ്രോസസ് ഉണ്ട്. കേക്കൊക്കെ കട്ട് ചെയ്ത് നമുക്ക് കഴിക്കേണ്ടതായിട്ടുണ്ട് അമൃതയും ഫാമിലിയൊക്കെ അവരുടെയൊക്കെ പ്രസൻസിൽ. അപ്പൊ ഇന്നത്തെ വീഡിയോരും എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ സൺഡേ വീണ്ടും വീഡിയോരത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി NTVയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകളോടുകൂടി ഞാൻ ഷോജയും അമൃതയും തൽക്കാലത്തേക്ക് സദസ്സിൽ നിന്ന് വിടവാങ്ങുന്നു. നെക്സ്റ്റ് സെഗ്മെന്റ് ഒരു കാര്യം, എന്റെ എല്ലാ ഫ്രണ്ട്സിനും പിന്നെ NTVയിലെ എന്റെ കസിൻ NTV കാണുന്നുണ്ടാവില്ലേ? NTV കാണുന്നുണ്ട്. പിന്നെ എന്റെ കസിൻ മായ ലക്ഷ്മി, അവര് NTVയിൽ അഞ്ജനയുടെ പ്രോഗ്രാമിലൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. ഞാൻ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിട്ട് അവരിങ്ങനെ കണ്ടിട്ട് വിളിക്കാറുണ്ടായിരുന്നു. പിന്നെ എന്റെ സുനിത ചേച്ചി ഉണ്ട്, ലക്ഷ്മി ഉണ്ട്. അങ്ങനെ എന്റെ ഇവിടെ വിട്ടുപോകണ്ട, സജന, നാസി, അങ്ങനെ അഥവാ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവർക്കും ഒരു ഹായ് പറയണം. ഞാൻ പറയണോ അമൃത പറയണോ? എല്ലാവർക്കും ഒരു ഹായ്. ഹായ്, മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. പോരെ, ഹസ്ബൻഡിനും കുട്ടികൾക്കും സ്പെഷ്യൽ. ഓക്കെ, അപ്പൊ അടുത്ത സെഗ്മെന്റ് ലക്ഷ്മി നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതാകുന്നു. അപ്പൊ കീപ് വാച്ചിങ് NTV. ഒത്തിരി നല്ല മൂവീസ് നിങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ കാത്തു വെച്ചിട്ടുണ്ട്. അപ്പോ കീപ് വാച്ചിങ്.